സിനിമയുടെ സെറ്റിൽ നേരിട്ടൊരു ചലഞ്ച് അല്ലെങ്കിൽ എന്തായിരുന്നു? എൻ്റെ സെക്കൻഡ് ഗെറ്റപ്പാണ് ശരിക്കും പറഞ്ഞൊരു ചലഞ്ച്. ഒരു കുറച്ച് ഒത്തിരി ഏജിലല്ല, കുറച്ചൊരു പ്രായമായിട്ട് കുറച്ചൊരു മാനസിക പ്രശ്നം ഒക്കെ. അത് കൂടുതൽ സ്റ്റോറി പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനത്തെ ഒരു ചലഞ്ച് തോന്നിയത്. അതെ അതെ, കുറച്ച് മറ്റേ മൂഡ് മാറുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞ ഒരു പ്രാന്തനായിട്ടുള്ളൊരു പരിപാടി. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാന്തനൊരു ഭിക്ഷക്കാരനൊക്കെ ആയിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് പെർഫോം ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സൈലൻ്റ് ആയിട്ട്, അതായത് സട്ടിൽ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ പാടും തോന്നുന്നു ചെയ്യാൻ. ഒത്തിരി ലൗഡായിട്ട് പെർഫോം ചെയ്യാൻ അത് ആർക്കും പറ്റും. കൂടുതൽ നമ്മൾ ഫേഷ്യൽ പരിപാടികളൊന്നും ഇല്ലാതെ ഒരു പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു പരിപാടിയാണ്. നല്ല ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിങ്കായി. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി വർക്കൗട്ടായും തോന്നുന്നു. അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സ് ആദ്യമായിട്ട് കാണുന്നത്. അതെ അതെ, ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരണതിന്, അതായത് ആക്റ്റീവ് ഇത്രയും പോപ്പുലർ ആകുന്നതിന് മുമ്പാണ് ഞാൻ സിനിമ വരുന്നത്. ഇപ്പോൾ സിനിമയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ, കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിന് പണിയെടുക്കണം. എണ്ണീട്ടില്ല ഞാൻ. അല്ല, അങ്ങനെ നോക്കാറില്ല. എനിക്ക് തോന്നുന്നു ഒരു 25-30 മോള് കാണണം. 14 വർഷം സെലിബ്രിറ്റി ചെയ്തായിരുന്നു? ഇല്ല, അങ്ങനെ കുറച്ചുകൂടി കഴിയട്ടെ. നോക്കാം, അപ്പൊ നോക്കാം. ഇനിയിപ്പോ നായകനായിട്ട് വരാണല്ലോ, ഇനിയിപ്പോ തുടർന്നും നായക വേഷങ്ങളാണോ അതോ ക്യാരക്ടർ റോൾസ്? അങ്ങനൊന്നുമില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് റോളും ചെയ്യും. അത് ക്യാരക്ടറിനോ അല്ലെങ്കിൽ ലീഡ് റോളിനോ അങ്ങനൊന്നുമില്ല, ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്യും. ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? നമ്മൾ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓൾമോസ്റ്റ് ഫുള്ളും. അവിടെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സറ്റയർ ആണ് പരിപാടി. കുറച്ചൊരു സീരിയസ്, കൂടെ കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. ഓഗസ്റ്റ് 9 സിനിമ റിലീസ് ആവുമ്പോൾ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? ഓഫ് കോഴ്സ് എല്ലാവരും പടം പോയി കാണുന്നത് തന്നെയാണ് പറയുന്നത്. ബാക്കി തിയേറ്ററിൽ അറിയാം. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഡയറക്ടർ ആരാണെന്ന്. അതെ അതെ അതെ, എനിക്കൊന്ന് കാണണം പുള്ളി എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്തതെന്ന് അറിയാം. അതെ, പടം ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും പുള്ളി ഒന്ന് കാണേണ്ടി വരും. ഡയറക്ടർ എന്തായാലും അന്വേഷിച്ച് വരുന്ന പറഞ്ഞേക്കണം ഓഡിയൻസ്. അതെ അതെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഈ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.